വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പറിന്റെ കാര്യം ഒന്ന് പറയാം. ന്യൂസ് പേപ്പർ എങ്ങനെയാ വായിക്കേണ്ടതെന്ന് പറയാം. ഓക്കെ, ന്യൂസ് പേപ്പർ വായിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്, ഏറ്റവും പ്രാധാന്യമുള്ള ന്യൂസ് ആണ്. ലാസ്റ്റ് പേജിൽ ഇന്റർനാഷണൽ ന്യൂസ് ആണ്. പിന്നെ സ്പോർട്സ് പേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂസുകളുള്ള പേജസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് സമയമില്ല, രാവിലേക്കാണെങ്കിൽ ഒന്ന് ചിക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഇപ്പൊ എക്സാമ്പിള് ഞാൻ ഇവിടെ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ചെസ് ലോകകപ്പ് ഫൈനൽ 2ാം ഗെയിമും സമനിലയിൽ ആ ഒരു സംഭവം കിടക്കട്ടെ. അപ്പൊ ടൈ ബ്രേക്കർ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു ന്യൂസ് ഇറക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? അത് വായിക്കണം. എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിലോട്ടുള്ള നോട്ടിലോട്ട് മാറ്റി എഴുതണം. അല്ല, കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? റാങ്ക് ഫയലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോക്കണം. ഇപ്പൊ ചെസ് എന്നൊരു ടോപ്പിക് നിങ്ങൾക്ക് സ്പോർട്സ് പേജിൽ കാണാൻ പറ്റുമല്ലോ. അപ്പൊ സ്പോർട്സ് പേജിൽ ചെസ് എന്നൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയലിനകത്ത് എന്തെടുക്കണം? ചെസ് എന്ന ഏരിയ എടുക്കണം. സ്പോർട്സിനകത്ത് ചെസ് എന്ന ഏരിയ എടുക്കണം. അപ്പൊ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും. മനസ്സിലായോ? ആദ്യം ചെസ് തുടങ്ങിയത്, ചെസ് ഏത് ഗെയിംസ് ഉള്ളത്, ആർക്കാണ് ഇന്ത്യ എന്ന് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണും. അപ്പം അത് നിങ്ങളൊന്ന് വായിക്കണം. അത് വായിച്ചിട്ട് നോട്ട് ഉണ്ടാക്കണം. അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിനകത്ത് എഴുതരുത്, നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ടിട്ട് മാറ്റി എഴുതണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ പത്രം വെച്ചിട്ട്, പത്രത്തിന് എല്ലാ ദിവസവും കുറെ ന്യൂസ് കാണണമെന്നൊന്നും ഇല്ല. ഉള്ള ന്യൂസ് ആ റാങ്ക് ഫയൽ വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് മാറ്റി എഴുതുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.